ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സോജ. ഞാൻ പാലായിൽ നിന്നും വരുന്നു. ഇതെൻ്റെ 8ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 3ാമത്തെ സാക്ഷ്യമാണ് ഇത് അൾത്താരയിൽ പറയുന്നത്. എൻ്റെ ചേച്ചിയുടെ മകന് അമൽ, അവന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2003 ഇവന് ശക്തമായ നടുവേദന തുടങ്ങിയിരുന്നു. അപ്പം പാലായിൽ പല ഹോസ്പിറ്റലും കാണിച്ചു. ഞങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, ഇവൻ്റെ അഭ്യാസമാണിതെന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഡിസ്ചാർജ് തന്നവർ വിട്ടു. ഞങ്ങൾ പിന്നെയും പാലായിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവന് ശരീരമെല്ലാം തളർന്ന് നാക്കെല്ലാം കുഴഞ്ഞ് ഇവന് ഏക്കാൻ മേലാത്ത അവസ്ഥയായി. ചെറുതായിട്ട് രോമത്തിലൊക്കെ ചെറിയ തടിപ്പ് കയ്യിലും മേത്തും എല്ലാം വരാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി. അവർ പറഞ്ഞു വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് നേരെ ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി അമൃതായിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവനെ നേരെ വെൻറ്റിലേറ്ററിലോട്ടാണ് കയറ്റിയത്. തീരെ അവശതയായിരുന്നു അന്നേരത്തേക്കും. അപ്പം ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്യാനെടുത്തു. രാവിലെ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഇവന് ബ്ലഡ് ക്യാൻസർ 4ാം സ്റ്റേജാണ്, ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ഇവനോടാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത്. ഇവൻ്റെ തോളിൽ തട്ടിച്ച് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ചേച്ചീനെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചത് പറയുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ചെന്നു. കൊച്ചു വളരെയധികം അവശത കിടക്കുമായിരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് നമ്മളാരും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ വീട്ടിൽ നിന്ന് വന്നു. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു രാവിലെ നമുക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പറയണം, വേറെ ആരും ഇത് നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കവിടെ ചികിത്സിക്കാൻ പോലുമുള്ള പൈസയില്ല, ഒന്നുമില്ല, ഒരിടത്തുനിന്ന് നമുക്കൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. രാവിലെ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാനിവിടെ മാതാവിനോട് 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഇതിന് വേണ്ടുന്ന ചികിത്സാ ചിലവും എവിടുന്ന പൈസയെന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് ആരും സഹായിക്കാനുമില്ല, അമ്മ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെടുത്ത് തരണം എന്ന് പറഞ്ഞു. ഓരോ ദിവസം ചെല്ലും തോറും ഇവന് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ചികിത്സിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഷുഗർ 500-ന് മുകളിലോട്ടായി. അപ്പോഴത്തേക്കും മരുന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ 6 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കുവാണ്, നമുക്ക് ICUലോട്ട് മാറ്റാം, ഇങ്ങനെ അവിടെ കിടത്തിയിട്ടും കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവന് വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ഭക്ഷണം, അതായത് ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിവന് അവിടെ കൊടുത്തു. പിന്നെ ഒരു തുള്ളി ഉപ്പിട്ട് ഞാനിവന് കപ്പിനകത്ത് 1 കപ്പ് വെള്ളവും കുടിക്കാൻ കൊടുത്തു. കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇനിയിപ്പം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാനുമില്ല, കാരണം മരുന്ന് ഒന്നും ഇവന് ചെയ്യത്തില്ല, ഷുഗർ അത്ര മേളിൽ നിൽക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ്റെ നടുവിന് ഞാൻ നെറ്റിയിലും അഭിഷേക തൈലം, കാരണം വേറെ ഒന്നും ഒരു ആശ്രയമില്ല. അറിഞ്ഞ മനുഷ്യരെല്ലാം പറഞ്ഞു പൈസയില്ല, ഒന്നുമില്ല, നിങ്ങൾ ആ കൊച്ചിനെ അവിടെ ഇടാതെ RCCയിലോട്ട് കൊണ്ടുപോയി, എന്ത് കണ്ടിട്ടാണ് അവിടെ ഇട്ട് നിങ്ങൾ ചികിത്സിക്കുന്നത്, ആളും പോകും പൈസയും പോകും, നിങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ പക്ഷേ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു. അമ്മ ഇടപെട്ടാൽ ഇത് പൂർണ്ണമായി സുഖപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിവൻ്റെ കയ്യിൽ കാശ് രൂപയും ഒരു കൊന്തയും കൊടുത്തിട്ട് ഞാൻ പോന്നു. അതിനുശേഷം എൻ്റെ ഉടമ്പടിയുടെ 75 ദിവസമായപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നു. അമ്മേ, ഒരു മാറ്റവും ഒന്നും കാണുന്നില്ല ഞങ്ങളുടെ കൊച്ചിന്. അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ അൾത്താരയുടെ ഇവിടെ വന്ന് നിന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ നിന്നപ്പോൾ എവിടുന്നോ ഒരു സ്വരം കേട്ടു, നീ പൊക്കോ എന്നൊരു വാക്ക് കേട്ടു. ഞാൻ കരഞ്ഞുകൊണ്ട് ദവിടം വരെ ചെന്നിട്ട് ഞാൻ വന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ വന്നു നോക്കി. ഞാൻ പറഞ്ഞു അമ്മേ, അടയാളങ്ങളും അത്ഭുതങ്ങളും ഇല്ല, കൊച്ചിന് ഓരോ ദിവസം ചെല്ലുന്തോറും ക്ഷീണവും കൂടിക്കൊണ്ടിരിക്കുക, ഒരു മാറ്റവും വരുന്നില്ല, അമ്മ എന്തെങ്കിലും വേഗം ഇടപെടണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ച് നിന്നപ്പോൾ വീണ്ടും ഭയങ്കര ധൃതിയിൽ എന്നോട് പറഞ്ഞു നീ പൊക്കോ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നു. വൈകുന്നേരമായപ്പം അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് നിന്ന സമയത്ത് ആ ശബ്ദം കേട്ട് ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലോട്ട് ചെന്നു. വൈകിട്ട് ചെന്നപ്പോഴത്തേനും അമ്മ എന്നോട് പറഞ്ഞു കൊച്ചിനെ വീണ്ടും വെൻറ്റിലേറ്ററിലോട്ട് തന്നെ കയറ്റി, ഒരു പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞു അമ്മേ, ഞാൻ ഇന്ന് മാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവന് സുഖപ്പെട്ട് വരുമ്പോൾ ഈ ഉടമ്പടി 90 തീരുന്നതിനിപ്പുറം നമുക്ക് അവനെയായിട്ട് ഈ മുറ്റത്ത് വരണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഇതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇതൊന്നും അല്ല ആവശ്യം, കൊച്ചിനെ ഇങ്ങനെ കിടന്നാലും വേണ്ടിയല്ല, അവന് ഒരു ശ്വാസമെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്ന ആ സമയത്ത് അവിടെ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലായിരുന്നു, ഞങ്ങൾ ഹിന്ദുക്കളും കൂടെയാണ്. അതിനുശേഷം വൈകിട്ട് ഞാൻ കിടന്നുറങ്ങിയപ്പം ഈ അൾത്താരയിൽ ജോസഫ് അച്ഛന് 4 പേര് അച്ഛൻ്റെ ഫ്രണ്ടിൽ ഈ അൾത്താരയിൽ നിൽപ്പുണ്ട്. പാദം വരെ വെള്ള ഉടുപ്പിട്ട് താടി കെട്ടി 4 പേര് നിൽപ്പുണ്ട്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാണോ എന്തോ അച്ഛൻ ചെയ്യുന്നുണ്ട്.
ഞാനോർത്തു ഞങ്ങളുടെ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കും, അതായിരിക്കും ഞാനിങ്ങനെ സ്വപ്നം കണ്ടതെന്ന്. പക്ഷേ എനിക്കത് ആരോടും പറയാനും എനിക്ക് പേടിയായിരുന്നത്. വീട്ടിലോട് ആരോടും ഇത് പറഞ്ഞ് ആർക്കും അത് മനസ്സിലാകത്തുമില്ല. കാരണം ഇവനെന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ എല്ലാവരും വിചാരിക്കുള്ളൂ. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ലാസറിനെ ഉയർത്തിയ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്കന്നേരം എത്ര സന്തോഷമായെന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ ഇപ്പോഴും എനിക്കറിയത്തില്ല. കാരണം 2023 ഇത് നടക്കുന്നത്. എനിക്കത് ഇപ്പോഴും അത് ഓർക്കാൻ പറ്റത്തില്ല. അച്ഛനെ ദൈവദൂതൻ ലാസറിൻ്റെ ഉയർത്തിയ പോലെ ഞങ്ങളുടെ കൊച്ചിനെ ദൈവം അവിടെ നിന്ന് ഉയർത്തി. അതിനുശേഷം ഇവനെ ബോൺ മാരേജ് ചെയ്യാൻ കയറ്റിയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിവൻ പറയും. ആ ഉടമ്പടി എൻ്റെ 90-ന് 87-ാം ദിവസം ഞങ്ങൾ ഇവനുമായി ഈ അൾത്താരയിൽ ഇവിടെ ഈ മുറ്റത്ത് ഞങ്ങൾ വന്ന് നിന്നു. മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണത്. അത്രയും ഡോക്ടർമാർ വരെ കൈയഴിഞ്ഞിട്ട് അവനെ ഞങ്ങൾക്ക് ദൈവം തന്നതാണ്. ഞാൻ ആ സമയത്തെല്ലാം എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ശക്തമായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്തു. വചനം വായന നല്ലപോലെ ഞാൻ ശക്തമാക്കി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും തുടങ്ങി. കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത്രയും മാനസികമായി പ്രശ്നം നേരിടുന്നവർ മാത്രമാണ് ഒരാശ്വാസം തന്നത്. അവരാണ് പറഞ്ഞത്, അവനെ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തൊന്ന് കൊണ്ടുവരണം കേട്ടോന്ന്. കാരണം അല്ലാതെ ആര് സംസാരിച്ചാലും പറയും അവന് കിട്ടത്തില്ല, നിങ്ങൾ അവന് എത്രയും വേഗം നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഇവന് കിട്ടിയ അനുഭവം ഇവൻ പറയും. നട്ടല് വളച്ച് പോലെ നമ്മളെ കിടത്തിയിട്ടാണ് ബോൺ മാരേജ് ചെയ്യുന്നത്. അതിൻ്റെ അത് നമ്മളെ പച്ചക്കാണ് നടുവ് കുത്തിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. നടുവ് കുത്തിപ്പറിച്ച് പച്ചക്കാണ് നട്ടലിൽ മജ്ജ എടുക്കുന്നത്. എന്നെ അങ്ങനെ കിടത്തിയ സമയത്ത് എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞാൻ്റി തന്നൊരു കാശിരൂപം ഉണ്ടായിരുന്നു ഇവിടുത്തെ. അതും കൈവച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലവിടെ കിടക്കുന്നത്. ഇന്ന് എന്നെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ആദ്യം നട്ടലിങ്ങനെ കുത്താൻ തുടങ്ങി. എനിക്ക് നല്ല വേദന എടുക്കാൻ തുടങ്ങി. ഈ കാശിരൂപ ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചേക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേദന വരുന്നില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് ബ്ലഡ് കിടപ്പുണ്ട് എൻ്റെ തന്നെ. കാരണം നമ്മളെ മരപ്പിക്കുന്നില്ല, നമുക്ക് നന്നായിട്ട് വേദനയെല്ലാം അറിയാം നമുക്ക്. പക്ഷേ ഈ ബ്ലഡ് എടുക്കുമ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ മണമല്ല വരുന്നത്. എനിക്കൊരു ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു മണമാണ് വരുന്നത്. എനിക്ക് ഒരു തുള്ളി വേദന പോലും എനിക്കന്ന് അനുഭവപ്പെട്ടിട്ടുമില്ല. എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബോൺ മാരേജ് ചെയ്യേണ്ടോ എനിക്കൊരു മരുന്ന് കഴിക്കേണ്ടതായിട്ട് ഓരോ കാര്യം വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. ഇപ്പോഴും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനിപ്പം 1 വർഷത്തോളമായിട്ട് ജോലിക്ക് പോകുന്നു, സ്വന്തം കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, നന്നായി തന്നെ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും കടപ്പാട് മാറിയേരാ. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടുന്ന് പത്രം ആദ്യമൊക്കെ വാങ്ങിച്ചു കൊണ്ട് കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു, ഓട്ടോ സ്റ്റാൻഡിലുമൊക്കെ. പിന്നെ ആയപ്പം എൻ്റെ മനസ്സിൽ അത് മാറി. ഇപ്പം ഞാൻ 5 കെട്ട് പത്രം വാങ്ങി നമ്മുടെ നിത്യാരാധന ചാപ്പലിൽ പോകും. സമ്പൂർണ്ണ ജപമാല മുട്ടിൽമേൽ നിന്ന് ചൊല്ലി ഇവിടുന്ന് ഇറങ്ങിയാണ് ഓരോ പത്രവും ഞാൻ ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കുന്നത്. ആ പത്രം കൊടുത്ത ഓരോ കുടുംബത്തെയും അത് വാങ്ങിച്ച ഓരോ വ്യക്തികളെ അവരുടെ കുഞ്ഞുങ്ങളെയും ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ 25 പൊതിച്ചോറ് വെച്ച് എല്ലാ മാസവും ഞങ്ങളുടെ കൃപാസനം മാതാവെന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ബിനു എന്ന് പറയുന്ന വ്യക്തിയെ ഏൽപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ജപമാല ഞാൻ ഒരിക്കലും അത് മുടക്കാറില്ല. അത് ഒരു ദിവസവും എനിക്ക് എന്ത് ജോലിയുണ്ടെങ്കിലും എൻ്റെ ജപമാല കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അതുപോലെ വചനം വായനയും. ഞാൻ സമ്പൂർണ്ണ ബൈബിൾ ഇപ്പോൾ 6ാം തവണ വായിച്ച് സങ്കീർത്തനം വരെ എത്തി നിൽക്കുകയാണ്. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. വചനം വായിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഈ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. കാരണം നല്ലൊരു ഉത്തരം ആരും തരുന്നില്ല. വചനത്തിൽ കൂടെ മാത്രമാണ് ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തന്നത്. അതുപോലെ തന്നെ ഇവന് അസുഖം വന്ന സമയത്തെല്ലാം എൻ്റെ മക്കൾ 2 പേരും എൻ്റെ കൂട്ടത്തിൽ പത്രം കൊടുക്കാൻ വരികയും ഇവനിലുള്ള ആ സുഖപ്പെടലിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് വീട്ടിലെല്ലാവർക്കും പൂർണ്ണ വിശ്വാസമായി. എൻ്റെ മക്കൾ 2 പേരും ഇപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ജീവിതം മുഴുവൻ, കാരണം മരണം എന്തെത്തുന്നോ അതിൽ നിന്നല്ലാതെ ഉടമ്പടിയിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഈ ലോകത്തിൽ ഇനി സാധിക്കത്തില്ല. അത്രമാത്രം മാതാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത് ആ ജീവിതം തന്ന ദൈവത്തിനും 1000 നന്ദി പറയുന്നു.